ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫ്രൈഡേ മാർക്കറ്റിലാണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിൻ്റെ അകത്ത് പോയിട്ട് കാണാം. ഇവിടെയാണെങ്കിൽ ഈ കിളിയുടെ പേരെന്തോ അറിയത്തില്ല, കൊക്കട്ടേൽ പോലെയുണ്ട്. ഇവിടെ വേറെ ആഫ്രിക്കൻ്റെ ആമസോൺ ഉണ്ട്. പിന്നെ അവിടെ ലോറൂക്കിട്ടുണ്ട് കളറില്ല. പിന്നെ സൺകോണോറുണ്ട്. ഇതിനകത്തൊരു പിച്ചക്കത്തുണ്ട്. മാടക്കിളിയുണ്ട്. പിന്നെ ആഫ്രിക്കൻ ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് കിളിക്കുഞ്ഞിനെ കാണാം. ഇവിടെ അവിടെ നക്കാറുണ്ട്. أول اللي عنده علامي ما يعرفها بس أنا جربت شوي وقت مر على يدي وما قام طلع لك يا فضل الجو اثنين ب10 ഇവിടെ പിഞ്ച് പോകാത്ത ചെറിയ ചെറിയ കിളികളൊക്കെ. ഇവിടെ വൈറ്റിച്ചുണ്ട്. കോഴീനെ കാണിക്കാം. ഞങ്ങളാണെങ്കിൽ കോഴീനെ കാണിക്കാം. അവിടെ കുറച്ച് ന്യൂസ് ഇരിപ്പുണ്ട്. ബേബി ഇവിടെ വരുമ്പോൾ കുറെ കുളിക്കുന്നു വെച്ചിട്ടുണ്ട്. താറാവ്, പിന്നെ കാടയുണ്ട്, കോഴിയുണ്ട്. കോഴി നല്ല കഴിച്ചൊരു കാട്ടിൽ നിന്ന്. പിന്നെ അടിയിൽ കുറച്ച് മുയലും കിടപ്പുണ്ട്. പിന്നെ കായ്ച്ചുണ്ട്. ഇവിടെ ആണെങ്കിൽ കോഴിക്കുഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ആമയുണ്ട്. രണ്ട് ഗായ്സ് റോഡ് വീലർ അടിച്ചതിനടുത്തോട് പോകണ്ട. ഗായ്സ് റോഡ് വീലർ നല്ല വലിപ്പം. പിന്നെ ഇവിടെ വേറെ തത്തകളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ അതിന് തീറ്റ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അവിടെ നമ്മുടെ നാട്ടിലെ കാടക്കോഴി നല്ല കാടക്കോഴി. പിന്നെ ഇവിടെ പ്രാവുണ്ട് ഗൈസ്. പ്രാവ് പിന്നെ കണ്ട ഗൈസ് താറാവ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇവിടെയൊക്കെ തീറ്റയൊക്കെ ഉണ്ട്. ഇവിടെ കോഴിയും പ്രാവൊക്കെ ഉണ്ട്. ഒന്നും പറയത്തില്ല.
sana lain. ഇവിടെ ബജ്ജീസ് ഉണ്ട്. ഇവിടെ കണ്ടോ കോഴി. ഇവിടെ പിന്നെ അക്വേറിയൊക്കെ ഉണ്ട്. കണ്ടോ നല്ല കളറുള്ള അക്വേറിയം. നമുക്കാണെങ്കിൽ മുന്നോട്ട് പോകാം. ഇവിടെ കുറേ കട വെച്ചിട്ട് കളിക്കാനുള്ള സാധനമുണ്ട്. കണ്ടോ ചെറിയ ചെറിയ അക്വേറിയൊക്കെ സൈഡ് സൈഡ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഇതേത് കണ്ടോ നീല കളർ കുളിക്കാം. അതിൻ്റെ കുഞ്ഞാന്ന് തോന്നി താഴെ. എല്ലായിടത്തും ചെറിയ ചെറിയ അക്വേറിയൊക്കെ നമുക്കപ്പോൾ ഒരു കടയിലോട്ട് കയറാം. കടയിൽ കയറിയപ്പോൾ ഇവിടെ കോഴിയുണ്ട്. കോഴിക്കാർക്കുണ്ട്. ഇവിടെ കോഴിച്ചിട്ട് നമ്മുടെ കാർപ്പ് നമ്മുടെ വീട്ടിലുള്ള കാർപ്പ്. ഇതോ ഇതെന്തോ മീന? ഇതെന്തോ മീന? ഇതെവിടെയാണ് ഗൈസ്? ഇത് ഓസ്കാർ ഉണ്ട് ഗൈസ്. ഇവിടെ ഓസ്കാറിന്റെ ചെറിയുണ്ട്. ഈ മീനിന്റെ പേര് പറയാതി. ഇതിന്റെ പേരുണ്ട്. പിന്നെ ഇവിടെ കുറെ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഗൈസ് ഇതിനകത്താണെങ്കിൽ ചെടിയുണ്ട് ഗൈസ്. കണ്ടോ ചെടിയെ ഇല്ല. ഇതിനകത്ത് ഫിഷുണ്ട്. പിന്നെ ഇതിനകത്ത് ടെട്രാ ഫിഷ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നെ ഇവിടെ ഫിഷ് ഉണ്ട്. ചെടി പോയി ഭയങ്കര വലിയതാണല്ലോ ഫിഷില്. പിന്നെ ഇവിടെ അതിനകത്ത് വിളിക്കാനുള്ളത് എൻ്റെ അത് ബീച്ച് കിടക്കണം. ബീച്ച് ഫിഷ് ഇവിടെ കോഴിച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കോഴിക്കാർക്ക് അടി വലിയ ഏഞ്ചൽ ഫിഷസ് ഒക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഇതിനകത്താണെങ്കിൽ ചെറിയ ടൈപ്പില് കോഴിക്കുണ്ട്. കണ്ടോ ബ്ലൂ ഒക്കെ ഉള്ള. പിന്നെ ഇതേത് മീനാണ്? ഏതോ ടൈപ്പിൽ മീനാണ്. പിന്നെ ഇവിടെ ഷാർക്ക് ഉണ്ട്, കോളിൻസ് ഉണ്ട്. നമുക്കപ്പോൾ ഇതിനകത്തോട്ട് പോവാം. ഇവിടെ ചെറിയ ചെറിയ ബൗളൊക്കെ ഇതിനകത്ത് എന്തൊക്കെയോ മീനുകളുണ്ട്. കേരളം തന്നെ ഉണ്ട്. ഇതിനകത്ത് അത്ര മീനുകളൊന്നും ഇല്ല. അതിനകത്ത് സ്റ്റോക്ക് വന്നിട്ടില്ല. നമ്മളപ്പോൾ അടുത്ത കടയിൽ കയറി നോക്കി. ഇവിടെ കുറേ മീനുകളുടെ കടയുണ്ട്. പിന്നെ ബീച്ചുണ്ട്. இந்த கலம் அது இந்த இந்த கலம் அது ரப்பர் இந்த சீப் இந்த சூப் இந்த சூப் இந்த மசாலா പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം ഗായ്സ്. അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാണ്. ഇവിടെ അക്യൂറായിട്ടുണ്ട്. കല്ല് ഇതിനകത്ത് കുറെ കിളികളുണ്ട് ഗായ്സ്. ഇവിടെ ഫിഷിന്റെ കട ഇവിടെ കയറിയാണ്. കോഴി കോഴിയുണ്ട് ഗായ്സ്.
ഇവിടെ ആണെങ്കിൽ ക്യാറ്റ് ഉണ്ട്. കണ്ടോ? ഇതൊരാട്. ഒരു നെല്ല്. പിന്നെ അടി കണ്ടോ ഗായ്സ്, ഒരു രോമമുള്ള ഒരു ഇത്. അടി 2 പട്ടി. ഇതിനകത്ത് ശോഭ പോലത്തെ ഒരു പട്ടി. പിന്നെ അതിന് ഒരു കറുത്ത വേറെ പട്ടി. ഭയങ്കര ദേഷ്യമാണ് ഗായ്സ് ഈ മീനുകൾക്ക്. പട്ടിക്കുണ്ട്. അയ്യോ, നമ്മളെ കൊല്ലാൻ വരുന്നേ. ഇവിടെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ കടയിൽ പോവാം ഗായ്സ്. നിങ്ങളെയാണെങ്കിൽ ഒരു കോഴിനെ ഞാൻ എടുത്ത് കളിക്കാം ആടിനെ തൊടുന്നു കണ്ടോ ഗായ്സ്? ഒന്നുകൂടെ കാണിക്കാടാ. എന്താ ഗായ്സ്, പിന്നെ കൈ പിടിച്ച് പിന്നെ താഴ്ന്ന കിടക്കുന്നുണ്ട്. എന്തോ ക്ലിയോ കണ്ടോ ആട്. ഇവിടെയൊക്കെ ചെന്നൊക്കെ കുറേ ഉണ്ട്. ഇവിടെ കണ്ടോ താറാവ്. ഇനി നമുക്ക് അപ്പുറത്തെ കടയിലോട്ട് പോവാം. ബാക്കിയുള്ള മീൻ കണ്ടിട്ട് വാങ്ങായി. തട്ടുകളുണ്ട്. പാരറ്റിന്റെ ബേബി ഉണ്ട്. कितना है वो? ये मैं भेज दे रहा हूँ आपके लिए फोन। അടിപൊളിയല്ലേ അതിൻ്റെ റോസ് കളറുള്ള കുഞ്ഞുങ്ങളുടെ ലവ് ബേർഡ്സിൻ്റെ വെച്ച് കാണിക്കും നല്ലത്. നല്ലത് വെച്ച് കാണിക്കണം, കാണിക്കണം, അവരെല്ലാവരും കാണുന്നത്. പിന്നെ ഇവിടെ കണ്ടോ വേറെ കുഞ്ഞുങ്ങളൊക്കെ കണ്ണടച്ചിരിക്കുന്നു. ഇല്ലാണ്ട് ആ കുഞ്ഞിനെ കണ്ടോ? ആ റെഡ് വെള്ളമുള്ള അതേതാണത്? അതേതാ? അത് കിപ്പറല്ല, ഇത് ലുട്ടീനോ. മറ്റേ കിപ്പറാണ് അല്ല. ഇവിടെ അതിനുള്ള ചെറിയ ഇവിടെ വേറെ നമുക്ക് ഈ ഇതിനകത്ത് കയറിയാലോ? ഈ കട മോളുണ്ട്, പിന്നാണെങ്കിൽ അരോണയുണ്ട്,
ഇവിടെ നല്ല നീ നോക്കി ക്യാമറ കാണുന്നില്ലല്ലോ. നീ വേറെ അങ്ങോട്ടെല്ലാം പിടിച്ചിട്ട് നീ അങ്ങോട്ട് നോക്കിയാൽ എങ്ങനെ? ക്യാമറ പിടിക്കുമ്പോൾ നല്ലതായിട്ട് പിടിക്കുക. അത് കാണത്തില്ലല്ലോ പിന്നെ ആരും. വലിയ കോഴിക്കാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഗോൾഡ് ഫിഷ്, വലിയ വലിയ ഗോൾഡ് ഫിഷാണ്. പിന്നെ ഇതിനകത്ത് കോഴിക്കാർക്കും ടെട്രയും ബ്ലാക്ക് കളറിലെ ഓസ്കാർ ഉണ്ട് ഗൈസ്. പിന്നെ ഇതിനകത്താണെങ്കിൽ വേറെ ഏതോ ഒരു മീനാണ്. പിന്നെ അടിയിൽ കോഴിക്കാർപ്പ്. ഇവിടെ പിന്നെ കണ്ടോ വേറെ മീൻ. ഇതിൻ്റെ പേര് മാറിയിട്ട് പിന്നെ ഇതിനകത്ത് പ്ലാന്റുള്ള ഒരു അക്വേറിയം കണ്ടത്. ഇതിനൊക്കെ ഉണ്ട്. പിന്നെ വേറെ വലിയ കോഴിക്കാട്ടിലെ മണ്ണിക്ക് നമസ്കാരമുണ്ട്. വലിയ വലിയ കോഴിക്കാട്ടുകളുണ്ട് ഗൈസ്. എന്നിട്ടപ്പോൾ നെക്സ്റ്റ് കടയിലോട്ട് കയറാം. ലവ് ബേർഡ്സ് ഉണ്ട് ഗൈസ്. ഇതാണ്ട് കണ്ടോ ഗൈസ് ഒരു ഡോഗ്. ഇത് കടിക്കുമോ? ഏതോ നാടൻ പട്ടിയാ. മാറിയില്ലെങ്കിൽ ഇത് കടിച്ചു തിന്ന് ഗൈസ്. ഇത് കണ്ടോ ഗൈസ് ഒരു പട്ടിയാണ് ഗൈസ്. ഒരു മൂത്തൻ പട്ടി. ഇവിടെ വേറെ ചെറിയ അക്വേറിയം ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഇതെന്തുവാടി? ചെറിയ ഫ്രോഗ്. ഹംസറല്ല ഇത്. ഇതൊക്കെ കടിക്കത്തില്ലേ? ഫ്രോഗിന്റെ ബേബി. നീ കണ്ടോ? എന്തോ ഓസ്കാറിന്റെ കുഞ്ഞാ? നമ്മുടെ സാധനത്തിന്റെ വൈറ്റ് എവിടെ? ഇവിടെ ഉണ്ട്. ഇത് ഇതിന്റെ മണ്ടൊക്കെ ഏതോ ഒരു ടൈപ്പിന്റെ കണ്ടോ? അരോണ. ഇതെന്തുവാ? ഫിൽസൻസാ? അല്ല. പിന്നെ മണ്ടയ്ക്ക് വേറെ ഒരു ടൈപ്പിന്റെ വേറുണ്ട് അരോണ. ഇതിനകത്ത് എന്തുവാണ്? ഇതെന്തോ മീനാ? ഇത്രയും വലിയ മീനോ? പിന്നെ ഇവിടെ വലിയ പിന്നെ ഇവിടെ വലിയൊരു റാബിറ്റ്. വേറെ റാബിറ്റിൻ്റെ ടൈപ്പ്. ഇവിടെ വേറെ ടൈപ്പുകൾ. എന്ത്
കാക്കയാണോ ഗൈസ്? രണ്ട് ഗൈസ് കാക്ക. ഗൈസ് കാക്കയാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ വേറെ ഒരു കിളി. ഗൈസ് ഇവിടെ വേറെ ഇങ്ങോട്ട് വരുമ്പോ ക്ഷീണിച്ചു പോയി. ഗൈസ് ഇതിനകത്ത് വേറെ കിളിയാണ്. ആ ചെറിയ ഒരു കിളിനെ കണ്ടോ? തൊട്ടിക്കിളി പോലെ ഉണ്ട്. നമുക്കപ്പുറത്ത് പിന്നെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഫ്രൈഡേ മാർക്കറ്റിൽ നമ്മുടെ പെറ്റ്സിനെ കിട്ടുന്ന കടകളൊക്കെ കണ്ടു. അതിൻ്റെ പെറ്റ്സിനെയൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ബേഡ്സിനെ കണ്ടു. അപ്പോൾ എല്ലാത്തിനെയും കണ്ടു. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം മോനാണ് ഇത് വീഡിയോ ഫുൾ എടുത്തേക്കുന്നത്. അപ്പം അവൻ കൊണ്ട് നടന്നെടുക്കുന്നതാണ്. അപ്പം അവനിപ്പം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാത്തത്. കാരണം ഓരോ തെറ്റിൽ നിന്നും അവൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ അപ്പോൾ എല്ലാവർക്കും ബായ്. ബൈ പറ ഇപ്പോൾ. ബൈ. ബായ്.